السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة والسلام على سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه أجمعين. ثم ما بعد. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സൂറത്ത് നൂറിലെ ആദ്യത്തെ 38 ആയത്തുകളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് 39ാമത്തെ ആയത്താണ്. ആ ആയത്ത് ഇങ്ങനെയാണ് അള്ളാഹു പറയുന്നത്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابا والله سريع الحساب. വല്ലദീന കഫറു, നിഷേധികളായ ആൾക്കാർ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൂചനകളുടെയും ആശയത്തെ അവഗണിച്ചുകൊണ്ട് സൃഷ്ടാവായ അല്ലെങ്കിൽ സാക്ഷാൽ സൃഷ്ടാവായ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആൾക്കാർ, അഅമാലുഹും, അവരുടെ കർമ്മങ്ങൾ, അവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവാം, സോഷ്യൽ വർക്കുകളിൽ ഏർപ്പെടുന്നവരുണ്ടാവാം, പലരെയും സഹായിക്കുന്നുണ്ടാവാം. പക്ഷേ അവരുടെ അമലുകളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? അഅമാലുഹും, അവരുടെ അമലുകൾ കസറാബിൻ, മരീചിക പോലെയാണ്. മരീചിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞ നിരന്ന ഒരു മരുഭൂമിയിൽ മുന്നോട്ട് നോക്കുമ്പോൾ അങ്ങേ തലക്കൽ വെള്ളം തിളച്ചു മറിയുന്നതായി കാണാം. അവിടെ എത്തുമ്പോൾ അങ്ങനെ വെള്ളമോ തിളക്കലോ ഒന്നും ഉണ്ടാവുകയുമില്ല. അതായത് വെറും ഒരു തോന്നലാണത്. മരുഭൂമികളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണത്. അതൊരു ഇല്യൂഷനാണ്. സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ സംഭവിക്കുന്ന ഒരു ഇല്യൂഷൻ എന്നതുപോലെയാണ്. അവർ കുറെ കർമ്മങ്ങൾ ചെയ്യും, അത് പത്രത്തിൽ വരും, അത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യും, അത് ജനങ്ങളെല്ലാം വലിയ കാര്യമായി പോയി എന്ന് വിചാരിക്കുകയും ചെയ്യും. അങ്ങനെ വലിയ എന്തോ ചെയ്തു എന്ന് അവർ തന്നെ കരുതുന്ന തരത്തിലുള്ള അവരുടെ കർമ്മങ്ങൾ അത് പക്ഷേ കസറാബിൻ, മരീചിക പോലെ ആയിരിക്കും. ഇതൊക്കെ വലിയ പ്രതിഫലനവും ഉണ്ടാക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുമ്പോൾ യഹ്സബുഹുൽ ളംആനു മാഅ, ദാഹാർത്തൻ, അതായത് ദാഹിച്ച ആൾ അത് നോക്കുമ്പോൾ വെള്ളമാണ് എന്ന് തോന്നിപ്പോകും. അതിനിടയിൽ ഖിയാത്ത് പറഞ്ഞാൽ മരുഭൂമിയിലുള്ള മരീചിക പോലെയാണ്. യഹ്സബുഹുൽ ളംആനു മാഅ, ദാഹിച്ചവൻ അത് വെള്ളമാണ് എന്ന് വിചാരിക്കും. ഹത്താ ഇദാ ജാഅഹു, വിചാരിക്കും. ഏതുവരെ വിചാരിക്കും? അതിൻ്റെ അടുത്തെത്തുന്നത് വരെ വിചാരിക്കും. അതിൻ്റെ അടുത്തെത്തുന്നത് വരെ ഇത് വെള്ളമാണ് എന്ന് അവൻ വിചാരിക്കും. അടുത്തെത്തി കഴിയുമ്പോഴോ ലം യജിദ്ഹു ഷൈഅ, ഒന്നും കാണുകയില്ല. അപ്രകാരമൊന്നും ഉള്ളതായി അവന് കാണാനേ കഴിയുകയില്ല. അവിടെയും അവൻ അള്ളാഹുവിനെ കാണും. അള്ളാഹുവിനെ അവൻ കാണും. അള്ളാഹു ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം ചെയ്തു എന്നതല്ല അള്ളാഹു നോക്കുന്നത്, മറിച്ച് ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശത്തിന് വേണ്ടി ചെയ്തു എന്നതാണ്. ചില ആൾക്കാർ നന്മകൾ ചെയ്യും, നേരത്തെ പറഞ്ഞ പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ പത്രത്തിൽ വരാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഫ്ലക്സിൽ വരാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങളുടെ നാവിൽ സംസാരമായി തീരാൻ വേണ്ടിയായിരിക്കും. അതൊക്കെ വരും ചെയ്യും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ, വിചാരണക്ക് താൻ വിധേയനാക്കുമ്പോൾ അവിടെ ഒന്നും കാണുകയില്ല, ഒന്നും ഉണ്ടാവുകയില്ല.
അതേസമയം അള്ളാഹുവിനെ അവൻ എത്തിക്കുകയും ചെയ്യും. അതായത് വിചാരണ ചെയ്യാനുള്ള ആളുണ്ടാവും, വിചാരണ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ വിചാരണക്ക് വിധേയമാക്കാൻ കഴിയുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളെ ഒന്നും അവൻ കാണുകയുമില്ല. അള്ളാഹുവിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു നീതിമാനാണ്, അള്ളാഹു വിചാരണ ചെയ്യും. വിചാരണ ചെയ്യുമ്പോൾ അവൻ്റെ അടുക്കൽ അമലുകളൊന്നും കാണില്ല. ഇപ്പൊ ഈ ചെയ്ത കാര്യങ്ങളൊക്കെയോ അതിനൊക്കെ പ്രതിഫലമുണ്ട്, എല്ലാ നന്മകൾക്കും പ്രതിഫലമുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ ആ പ്രതിഫലം വിചാരണയ്ക്ക് വിധേയമാക്കാൻ പറ്റുന്ന ഒരു പ്രതിഫലമായി മാറണമെന്നുണ്ടെങ്കിൽ അതിന് കുറെ ഉപാധികളുണ്ട്. ആ ഉപാധികളൊന്നും പാലിക്കപ്പെടാത്ത, വിശ്വാസമില്ലാതെ ദുനിയാവിലെ അംഗീകാരം ലഭിക്കണം എന്ന ഉദ്ദേശത്തിൽ മാത്രം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമേ ഉണ്ടാവൂ, അതിൻ്റെ പ്രതിഫലം മാത്രമേ ഉണ്ടാകൂ. അതിനപ്പുറത്തേക്ക് ആ പ്രതിഫലം കടന്നു പോവുകയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ എത്തുമ്പോൾ ഫവഫാഹു ഹിസാബ, അള്ളാഹു അവൻ്റെ കണക്ക് തീർത്ത് നൽകും. അള്ളാഹു സരീഉൽ ഹിസാബ്, വളരെ വേഗത്തിൽ കണക്ക് നോക്കുന്നവനാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. ഏത്? സത്യവിശ്വാസികളല്ലാത്ത ആൾക്കാർ, അവരുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്താ? താന് ഏറ്റവും നല്ലൊരു കാഴ്ചപ്പാടിലാണ് നിലനിൽക്കുന്നത്, ഏറ്റവും നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്നതൊക്കെ. പക്ഷെ ആ കർമ്മങ്ങളുടെയൊക്കെ ആയുസ് നല്ലതാണെങ്കിൽ തന്നെ അത് വളരെ ലഘുവായിരിക്കും, വളരെ കുറഞ്ഞതായിരിക്കും. അതൊരുപാട് കാലം ഒരിക്കലും നീണ്ട് നിൽക്കുകയില്ല. അത് നീണ്ടു നിൽക്കും, ദുനിയാവിൽ കിട്ടിയതുപോലെ ആഖിറത്തിലും കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഒരാൾ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് അങ്ങനെ ഒന്നില്ല എന്ന് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഹദീസുകളിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ആലിമിനെ കൊണ്ടുവരുന്ന രംഗം, ഒരു ദാനധർമ്മം ചെയ്ത ആളെ കൊണ്ടുവരുന്ന രംഗം. അവർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വന്നിരിക്കുക, അവർ ചെയ്യുന്ന അമലുകൾ. അപ്പോൾ അവർ ചെയ്യുന്ന ആ അമലുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അള്ളാഹു അവരെ നിരാശപ്പെടുത്തും, ഒന്നും കൊടുക്കില്ല. അപ്പൊ അവര് നിരാശയോടുകൂടെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു പറയും, നിങ്ങൾ എൻ്റെ ദീനിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കർമ്മത്തിൽ നിങ്ങൾ വ്യാപൃതനായിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ അതെല്ലാം ജനങ്ങൾ താങ്കളെ പുകഴ്ത്താൻ വേണ്ടിയുള്ളതായിരുന്നു, ജനങ്ങൾ നല്ലത് പറയാൻ വേണ്ടിയുള്ളതായിരുന്നു. വഖദ്ഖീൽ, അത് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം അത് തന്നെയാണ്. നീ കർമ്മം ചെയ്തു, നല്ല കർമ്മം ചെയ്തു, അതിനുള്ള പ്രതിഫലം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആഖിറത്തിലെ ആത്യന്തികമായ പ്രതിഫലം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് നിഷേധികളായ, ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും അവരുടെ കർമ്മങ്ങളൊന്നും പ്രതിഫലത്തിൻ്റെ നാൾ വരേക്കും അവശേഷിക്കുന്നതാവാത്തത് എന്ന് പറയുകയാണ്. ഔകലുമാത്തിൻ, അല്ലെങ്കിൽ അന്ധകാരം പോലെയാണ്. ലുലുമാത്, അന്ധകാരങ്ങൾ. എവിടെയുള്ള? ഫീ ബഹരിൻ ലുജ്ജിയിൻ, ഫീ ബഹരിൻ, സമുദ്രത്തിൽ. ലുജ്ജിയിൻ എന്നാല് ആഴമുള്ള. അപ്പോൾ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാണ്. യഗ്ഷാഹു, അതിനെ, അതിൻ്റെ ആഴി വലയം ചെയ്യും. അതായത് യഗ്ഷാഹു, അതിനെ വലയം ചെയ്യും അല്ലെങ്കിൽ പൊതിയും. മൗജുൻ, ഒരു തിരമാല. മിൻ ഫൗഖിഹി മൗജുൻ, അതിൻ്റെ മേലെ വേറൊരു തിരമാല. മിൻ ഫൗഖിഹി സഹാബുൻ, അതിൻ്റെ മേലെ മറ്റൊരു തിരമാല. ളുലുമാത്തുൻ, അവ ഇരുട്ടുകളാണ്. ബഅ്ളുഹാ ഫൗഖ ബഅ്ദ്, ചിലതിൻ്റെ മുകളിൽ കിടക്കുന്ന, അതായത് ഒന്നൊന്നിൻ്റെ മുകളിലായി അട്ടിയായി കിടക്കുന്ന ഇരുട്ടുകളാണ് അന്ധകാരങ്ങൾ. എത്രമാത്രമാണ് ആ ഇരുട്ട്?
എത്രമാത്രമാണ് ആ ഇരുട്ട്? നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, ഒരു ആയത്തുമാണ്. എത്രമാത്രമാണ് സമുദ്രത്തിന്റെ ആഴിയിലുള്ള അന്ധകാരത്തിലുള്ള ഇരുട്ട് എത്രമാത്രമാണ് എന്നതിന് അല്ലാഹു പറയുന്നത്, ഇദാ അഖ്റജ യദഹു, തന്റെ കൈ പുറത്തേക്കിട്ടാൽ ലം യകദ് യറാഹ, അതിനെ കാണുമാറാകുകയില്ല. സ്വന്തം കയ്യ്, ശരീരത്തിന്റെ ഒരു അവയവമാണ് കയ്യ്, അതെത്ര നീട്ടിയിട്ടാലും എത്ര പുറത്തേക്കിട്ടാലും അതിന് നിശ്ചിത അകലത്തേക്കേ പോകാൻ കഴിയുള്ളൂ. അപ്പം കയ്യ് നീട്ടിയാൽ ആ കയ്യിനെ പോലും, സ്വന്തം കയ്യിനെ പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഇരുട്ടുകളാണ്. അതായിരിക്കും കാഫിറുകളുടെ ഉദാഹരണം. അതായത് കാഫിറുകൾ ചെയ്യുന്ന അമലുകളെ അള്ളാഹു രണ്ട് രൂപത്തിൽ വിവരിക്കുകയാണ്. ഒന്ന്, നീണ്ടു നിവർന്നു കിടക്കുന്ന മരുഭൂമിയിലെ മരീചിക. ദാഹാർത്തനായ ആള് വെള്ളമാണ് എന്ന് കരുതും, പക്ഷേ അവിടെ എത്തുമ്പോൾ ഒന്നും കാണാനുണ്ടാവില്ല. അതൊന്ന്. രണ്ടാമത്തേത്, അല്ലെങ്കിൽ ആ അമലുകളൊക്കെ വെറും ഇരുട്ടുകളായിരിക്കും, ഒരു ഉപകാരം ഉണ്ടാവില്ല. ആ ഇരുട്ടുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സമുദ്രത്തിന്റെ അടിത്തട്ട്. ആ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒരു തിര മറ്റൊരു തിരയുടെ മുകളിൽ, അതിന് മുകളിൽ മറ്റൊരു തിര, അതിന് മുകളിൽ സഹാബ്, മേഘം, അങ്ങനെ കൂടിക്കിടക്കുന്ന ഇരുട്ടുകൾ പോലെയാണ്. അതായത് അവർ ചെയ്യുന്ന അമലുകളൊന്നും കാണപ്പെടുന്ന ഒന്നാവുകയല്ല, മറിച്ച് കാണപ്പെടാത്ത, ഇരുട്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ, ഇരുട്ടാവുമ്പോൾ കാണപ്പെടാത്ത ഒന്നായി മാറുകയാണ്. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറ, അള്ളാഹു നൂറ് കൊടുത്തിട്ടില്ലെങ്കിൽ, അള്ളാഹു ഒരാൾക്ക് പ്രകാശം നൽകിയിട്ടില്ലെങ്കിൽ അവന് യാതൊരു ഫമാ ലഹു മിൻ നൂർ, അവന് യാതൊരു പ്രകാശവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ തരത്തിലാണ് അവരുടെ അമലുകൾ. അതായത് വലിയ പ്രതീക്ഷയോടുകൂടെ പോകും, പ്രതീക്ഷയോടുകൂടെ ചെയ്യും, പക്ഷെ അത് അവിടെ ഉണ്ടാവില്ല. കാരണം എന്താ? അവസാനം പറഞ്ഞ വാചകമാണ് കാരണം. അള്ളാഹു നൂറ് കൊടുത്തിട്ടില്ല. അള്ളാഹു ഒരാൾക്ക് നൂറ് കൊടുത്തിട്ടില്ലെങ്കിൽ അവന് നൂറുണ്ടാവില്ല. നൂറ് എന്ന് പറഞ്ഞത്, അള്ളാഹു നൂറ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമ്മുടെ ഓരോ കർമ്മങ്ങൾക്കും ഒരു പ്രകാശം പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം പറയുന്നു, ആ പറയുന്നത് ഒരു നല്ല കാര്യമാണ് എങ്കിൽ അതിനൊരു പ്രത്യേക പ്രകാശം അള്ളാഹു നൽകുന്നു. പ്രകാശം എന്ന് പറയുമ്പോൾ നമ്മളൊരു ലൈറ്റ് ഇട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥയെ ആണ് നമുക്കറിയുക. അങ്ങനെയല്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അത് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, അതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്. ആ വ്യാഖ്യാനങ്ങൾ തെറ്റിപ്പോവാതിരിക്കാൻ വളരെ ജാഗ്രതമായി ശ്രദ്ധിക്കുന്നുണ്ട്. തഫ്സീറിന്റെ കിതാബുകളെല്ലാം പരിശോധിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അത് എനിക്കൊരു പ്രതിഫലമായി മാറണം എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാവട്ടെ. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് അള്ളാഹു എൻ്റെ ഈ വാക്കുകൾക്ക് ഒരു പ്രകാശം നൽകും. ആ പ്രകാശം എന്താന്ന് ചോദിച്ചാൽ, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുക, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുക, ഒപ്പം ഇത് പറയുന്ന ആളായ എനിക്ക് ഇതിൻ്റെ മഹത്തായ പ്രതിഫലനവും ഈ ലോകത്തും പരലോകത്തും ഉണ്ടാവുക. അതാണ്. അപ്പൊ നമ്മുടെ ഒരു കർമ്മം അതൊരു ശ്രേഷ്ഠ കർമ്മമായും അള്ളാഹു സ്വീകരിച്ച കർമ്മമായും മാറുന്നത് അള്ളാഹുവിൻ്റെ നൂറ് നമ്മുടെ കർമ്മത്തിൽ വന്നു ചേരുമ്പോഴാണ്. ആ നൂറിന്റെ വ്യാഖ്യാനം അതാണ്. അള്ളാഹു പറഞ്ഞു, വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറ, അള്ളാഹു ഒരാൾക്ക് നൂറ് കൊടുത്തിട്ടില്ലെങ്കിൽ ഫമാ ലഹു മിൻ നൂർ, പിന്നെ അവന് നൂറുണ്ടാവില്ല, അവന് സ്വീകാര്യതയുടെ നൂറുണ്ടാവില്ല. ഇവിടെ ഇരുട്ടുകളാണല്ലോ, ഈ ഇരുട്ടുകൾ നീങ്ങണമെങ്കിൽ, ഇരുട്ട് എന്ന് പറയുന്ന അസ്തിത്വത്തെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ നീക്കാൻ കഴിയില്ല, മറിച്ച് ഇരുട്ടിനെ നീക്കാൻ ഒന്നിന് മാത്രമേ കഴിയൂ, പ്രകാശത്തിന് മാത്രമേ കഴിയൂ. വലിയ ഉദാഹരണമാണ് ഈ ഉദാഹരണം.
ഈ ഉദാഹരണം വലിയ അർത്ഥമുള്ള ഉദാഹരണമാണ്. അള്ളാഹുവിൻ്റെ നൂറ് ലഭിച്ചാലേ നമ്മുടെ വാക്കുകൾ സ്വീകാര്യയോഗ്യവും പ്രതിഫലാർഹവുമാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ സ്വീകാര്യത കിട്ടിയാൽ നമ്മുടെ വാക്കുകൾക്ക് പ്രവർത്തികൾക്ക് ഒക്കെ ഒരു തെളിച്ചം കൈവരുന്നു. ആ തെളിച്ചമാണ് അള്ളാഹുവിൽ നിന്നുള്ള സ്വീകാര്യത. ആ തെളിച്ചത്തിന് ഹേതുകമാകുന്ന കാര്യങ്ങൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിന് ഉപാധികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ പിന്നെ ഇരുട്ടുകൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ കാഫിറുകളായ ആൾക്കാർ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ തന്നെ അതൊക്കെ ചെയ്യുമ്പോൾ അവിടെ കാണാൻ കഴിയില്ല. കാരണം എന്താ? അയിമക്ക് അള്ളാഹു വെളിച്ചം കൊടുത്തിട്ടില്ല. വെളിച്ചം കൊടുത്തിട്ടില്ലെങ്കിൽ, അള്ളാഹ് വെളിച്ചം കൊടുത്തില്ലെങ്കിൽ പിന്നെ കാണൂല. വളരെ കൃത്യമായ ഒരു ഉദാഹരണമാണിത്. ഈ ആയത്തിന്റെ ആശയം കാഫിറുകളുടെ അമലുകളുടെ ഉദാഹരണം പറയുകയാണ് എങ്കിലും അതോടൊപ്പം തന്നെ ഈ ആയത്ത് വലിയ ചില അമാനുഷികതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അത് ശരിക്കും ഓഷ്യനോളജി എന്ന് പറയുന്ന ശാസ്ത്ര ശാഖയെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓഷ്യനോളജി എന്ന് പറയുന്ന ശാസ്ത്ര ശാഖയൊക്കെ വളരെ റീസെൻ്റായി ഉണ്ടായതാണ്. സമുദ്രവുമായി ബന്ധപ്പെട്ട അറിവുകൾ പരിശോധിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശാസ്ത്ര വിഭാഗമാണ്, ശാസ്ത്ര ശാഖയാണ് സത്യത്തിൽ ഈ ഓഷ്യനോളജി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ, ഏറ്റവും ചെറുതായിട്ട് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ, അതായത് ഈ ഉദാഹരണത്തിലൂടെ കാഫിറുകളുടെ അമലുകൾ, ആ അമലുകൾ ആ അമലുകളുടെ ഉദാഹരണം പറയാനാണ് പറയുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തിലെ പ്രയോഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആഴക്കടലിലെ അന്ധകാരങ്ങൾക്ക് തുല്യമാണ് സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ എന്നാണല്ലോ പറഞ്ഞത്. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാഥമികമായി പറയുന്ന ഒരു കാര്യം ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട് എന്നതാണ്. അതായത് കടലിന്റെ ആഴത്തിൽ ഇരുട്ടുകൾ ഉണ്ട് എന്ന്. കടലിന്റെ ആഴത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് സത്യത്തിൽ മനുഷ്യന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ വലിയ കപ്പലുകൾ കടലിൽ മുങ്ങിപ്പോയിട്ട് അത് വീണ്ടെടുക്കാനുള്ള ശ്രമം, ഇപ്പൊ ടൈറ്റാനിക് അടക്കമുള്ള അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം വിജയിച്ചിട്ടില്ല ഇതുവരെയും. ഇന്നത്തെ കാലത്തും, അതായത് എല്ലാവിധ സന്നാഹങ്ങളോടുകൂടെ നമുക്ക് താഴേക്ക് പോകാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉണ്ട്, എന്നിട്ടും നമുക്ക് താഴേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ആഴക്കടലിൻ്റെ ഉള്ളിൽ ഇരുട്ടുകൾ ഉണ്ട് എന്ന വസ്തുത ആദ്യമായി പറയുന്നത് അള്ളാഹു തന്നെയാണ്. മനുഷ്യൻ കടലിൻ്റെ അടിയിലേക്ക് എത്തുന്നതിൻ്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ്. ആധുനിക ശാസ്ത്രം പിന്നീട് ഈ പഠനങ്ങൾ നടത്തിയപ്പോൾ ഇത് ശരിവെക്കുകയും ചെയ്തു. കാരണം എന്താണെന്നറിയോ? ആധുനിക ശാസ്ത്രത്തിൻ്റെ പഠനങ്ങൾ പ്രകാരം 200 മീറ്റർ ആഴം വരെ മാത്രമേ പ്രകാശം കൃത്യമായി എത്തുകയുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഏതാണ്ട് 1000 മീറ്റർ വരെ മങ്ങിയ വെളിച്ചവും കിട്ടും. പിന്നെ അതിലപ്പുറം ഇരുട്ടാണ്. നോക്കൂ, അത് കൃത്യമായിട്ടാണ് അത് പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുന്നതും അങ്ങനെയാണ്. ഒരു തിര, അതിൻ്റെ മുകളിൽ മറ്റൊരു തിര, അതിൻ്റെ മുകളിൽ മറ്റൊരു തിര, ഇങ്ങനെ അടുക്കുകളായിട്ടാണ് സമുദ്രത്തിന്റെ അന്തർഭാഗം എന്നാണ് പറയുന്നത്. അപ്പോൾ 200 മീറ്റർ വരെ മാത്രമാണ് ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത്. അതിനെ ശാസ്ത്രം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. രണ്ടാമതായി ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ശാസ്ത്ര ലോകത്ത് അത്ഭുതപ്പെടുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആഴക്കടലിൽ തിരമാലയുണ്ട് എന്ന സത്യമാണ്.
അത് മനുഷ്യർക്ക് അറിയുമായിരുന്നില്ല. തിരമാല എന്ന് പറയുന്നത് കടലിന്റെ ഉപരിഭാഗത്ത് മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് എന്നതായിരുന്നു മനുഷ്യന്റെ ഈ അടുത്ത കാലം വരെ, ഓഷ്യനോളജി വികാസം പ്രാപിക്കുന്ന കാലം വരെ മനുഷ്യന്റെ ഒരു ധാരണ എന്ന് പറയുന്നത്. പക്ഷെ ഖുർആൻ അതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് തിരമാല യഗ്ഷാഹു ഉണ്ടോ, യഗ്ഷാഹു മൗജുൻ, തിരമാല ആഴിയെ ആവരണം ചെയ്യുന്നുണ്ട്. കടലിന്റെ മുകളിൽ നാം തിരമാല കാണാറുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ, എന്നാൽ വേഗത അതിനേക്കാൾ കുറഞ്ഞ 100 കണക്കിന് മീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന തിരമാലകൾ സമുദ്രത്തിന്റെ ഉൾഭാഗത്തുണ്ട് എന്ന് ഇപ്പോ ഓഷ്യനോളജി കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രത്തിന്റെ അടിയിൽ തിരമാലകൾ ഉണ്ട് എന്ന വിഷയം വിശുദ്ധ ഖുർആനാണ് ലോകത്താദ്യമായി പറഞ്ഞത് എന്നാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിന്റെ ഏറ്റവും മുകളിലുള്ള സർഫസ് വേവുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ ഇന്റേണൽ വേവുകൾ, അങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആന്തരിക തിരമാലകൾ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് ഖുർആന്റെ പ്രയോഗത്തിൽ തന്നെ പറയുന്നത് ആ തിരമാലകൾക്കും താഴെയാണ് ഇരുട്ടുകൾ എന്നാണ്. അപ്പോ ശാസ്ത്രം ഇപ്പൊ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്, ആന്തരിക തിരമാലകൾ ഉണ്ട് എന്നും കണ്ടെത്തി. ആന്തരിക തിരമാലകൾ ഉള്ളത് സമുദ്രത്തിന്റെ മധ്യഭാഗത്താണ് എന്നതും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഫൗഖഹു സഹാബ്, അതിനു മീതെ പിന്നെയും തിരമാലയും കാർമേഘവും ഉണ്ടായിരിക്കും എന്നല്ലാഹു പറയുന്നത് മറ്റൊരു ശാസ്ത്രീയമായ അത്ഭുതമാണ്. അതിനു മീതെ പിന്നെയും തിരമാലയും കാർമേഘവും, ഇരുട്ടിന് മുകളിൽ ആന്തരിക തിരമാല, അതിനു മുകളിൽ സമുദ്രോപരിതലത്തിലെ തിരമാല, സർഫസ് വേവ്സ്, അതിനും മുകളിൽ അന്തരീക്ഷത്തിൽ കാർമേഘവും ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ആധുനിക സമുദ്ര പഠനങ്ങൾ, പര്യവേഷണങ്ങൾ എന്നിവയിലൂടെ ഇതെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ആഴക്കടലിന് മുകളിൽ എപ്പോഴും കാർമേഘങ്ങൾ രൂപപ്പെടുന്നത് സമുദ്രത്തിൽ നടക്കുന്ന ഉയർന്ന ബാഷ്പീകരണ നിരക്കിന് കാരണമാണ് എന്നാണ് ഇപ്പോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് അവിടെ സഹാബ് ഉണ്ടാകുന്നത്? അത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണ പ്രവർത്തനങ്ങൾക്ക് കടലിന്റെ അടിത്തട്ട് വിധേയമാകുമ്പോഴാണ്. നോക്കൂ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഇതെല്ലാം ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നത് പോലെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ 4-മത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇരുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഇരുട്ടുകൾ തന്നെ പല അടുക്കുകളായാണ്, ഡിഫറെന്റ് സോൺസ് ഓഫ് ഡാർക്ക്നെസ്, മേൽക്കുമേൽ അന്ധകാരങ്ങൾ, ലുലുമാത്തുൻ, മേൽക്കുമേൽ അന്ധകാരങ്ങൾ. അപ്പോ ആഴക്കടലിൽ 200 മീറ്റർ ആഴത്ത് വരെ കൃത്യമായി വെളിച്ചം കടന്നു ചെല്ലുന്നുണ്ട്. പിന്നെ 1000 മീറ്റർ വരെ ആഴത്തിൽ മങ്ങിയ വെളിച്ചം എത്തുന്നുണ്ട്. അതിൻ്റെ താഴേക്ക് പിന്നെ ഇരുട്ടാണ്. ആ ഇരുട്ടുകൾ തന്നെ കട്ട പിടിച്ചു കിടക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. നോക്കൂ, അപ്പോൾ ഇരുട്ടുകൾ ഒന്നിന് മുകളിൽ മറ്റൊന്നു പോലെ അടുക്കുകളായി കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ സമുദ്ര ശാസ്ത്രജ്ഞന്മാർ അന്തമിട്ട് പോവുകയാണ്, അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ 1400 കൊല്ലം മുമ്പ് വളരെ പ്രിമിറ്റീവായ സയന്റിഫിക് ബോധം പോലും ഇല്ലാത്ത ഒരു ജനത, ആ ജനതയിൽ അവതീർണമായ വിശുദ്ധ ഖുർആൻ, അതിൽ ഇങ്ങനെയൊക്കെ അക്യുറേറ്റ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള, ഇതെങ്ങനെ പറയുന്നു, ഇതെങ്ങനെ സാധിക്കുന്നു എന്നത് അവരെ അത്ഭുതപ്പെടുന്ന ഒരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ സമുദ്ര ശാസ്ത്രജ്ഞൻ ഈ ഇരുട്ടിനനുസരിച്ച് സമുദ്രത്തെ വ്യത്യസ്ത ലെയറുകളായി തിരിച്ചത് അങ്ങനെയാണ്. അതായത് അത് നമുക്ക് വേണ്ടി പഠിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വെളിച്ചം നിൽക്കുന്ന പ്രകാശ സംശ്ലേഷണം നടക്കണമല്ലോ. കാരണം
കടലിന്റെ ഉള്ളിൽ ഒരുപാട് ജീവവർഗങ്ങളുണ്ട്. അവർക്കൊക്കെ നടക്കണമല്ലോ, അവരൊക്കെ ജീവിക്കണമല്ലോ. അവരൊക്കെ ജീവിതം അവരുടെ ജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അതിനു വേണ്ട വെളിച്ചം ലഭിക്കുന്ന ആദ്യത്തെ ലെയറുണ്ട്, എപ്പി പെലാജിക് ലെയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അത് 0 to 200 മീറ്റർ, അതായത് 200 മീറ്റർ വരെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മങ്ങിയ വെളിച്ചം മാത്രം ലഭിക്കുന്ന ഒരു ലെയറാണ്. അതിന് മെസോപെലാജിക് ലെയർ എന്ന് പറയുന്നു. അത് 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ഉള്ള ദൂരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായ ഇരുട്ടാണ്. ആ പൂർണ്ണമായ ഇരുട്ടുള്ള ലെയറുകളെ തന്നെ ശാസ്ത്രം 3ആയി തരംതിരിക്കുന്നുണ്ട്. ബാക്ക് പെലാജിക് ലെയർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ മുതൽ 4000 മീറ്റർ വരെ ആഴത്തിലുള്ള ഇരുട്ട് ഈ പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ 4000 മീറ്റർ മുതൽ 6000 മീറ്റർ വരെ ആഴത്തിലുള്ള അബീസോഫലാജിക് ലെയർ എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് പിന്നെ അതിൻ്റെ ശേഷമുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അവസാനിക്കുന്നില്ല, പിന്നെയും വരുന്നുണ്ട്. പിന്നെ 6000 മീറ്റർ മുതൽ 11000 മീറ്റർ വരെ, അത്ര ആഴത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ, പൂർണ്ണമായി ഇരുട്ടുള്ള ഹാഡൽ പെലാജിക് ലെയർ എന്ന് പറയുന്ന ഭാഗമാണ്. നോക്കൂ, വെളിച്ചത്തിന് പ്രവേശിക്കാൻ കഴിയുന്ന 200 മീറ്റർ, മങ്ങിയ വെളിച്ചത്തിന് പ്രവേശിക്കാൻ കഴിയുന്ന 1000 മീറ്റർ, പിന്നെ 4000 മീറ്റർ വരെ മറ്റൊരു ലെയർ, ഒരടുക്ക്. അവിടെ നിന്ന് പിന്നെ 6000 മീറ്റർ വരെ മറ്റൊരു അടുക്ക്. അതോടുകൂടെ പൂർണ്ണമായി ഇരുട്ടുള്ള മറ്റൊരു അടുക്ക്, 11000 മീറ്റർ വരെ. ഇത്രയുമാണ് ശാസ്ത്രലോകം കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത്, അത് കാഫിരീങ്ങളുടെ അമലുകളെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ശാസ്ത്രങ്ങളും ഒരുപാട് സത്യങ്ങളും അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഖുർആൻ ഒരു ഹിദായത്താണ്, സന്മാർഗത്തിലേക്കുള്ളൊരു വഴിയാണ് എന്ന് അള്ളാഹു പറയുന്നത് ഇതിൻ്റെയൊക്കെ പേരിലാണ്. ശരിക്കും ചിന്തിക്കാൻ ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ ഇത് തന്നെ മതിയാവില്ലേ? നോക്കൂ, ആധുനിക ഓഷ്യനോളജി കണ്ടെത്തി കഴിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഈ ഓഷ്യനോളജി ഒരിക്കലും ഖുർആനിൽ പറഞ്ഞ ഇന്ന പ്രയോഗം മൗജ് എന്ന് പറഞ്ഞത് തെറ്റാണ്, അവിടെ മൗജ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു, ലുൽമത്ത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോട്ടെ കടലിന്റെ അടിയിലെ കാര്യം പറയുമ്പോൾ അതിന്റെ മുകളില് സഹാബുണ്ട്, അതായത് മേഘമുണ്ട്. എന്താണ് ആ മേഘം പറയാൻ കാരണം? അതിപ്പോ ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു. കടലിന്റെ അടിയിൽ വ്യത്യസ്ത തോതിലാണ് ബാഷ്പീകരണം എന്ന പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് ആ ബാഷ്പീകരണ പ്രക്രിയ, അതിനെ തുടർന്നുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബ് അങ്ങനെയാണ് ലോകത്തിന് ഹിദായത്തായി മാറുന്നത്. അത് അങ്ങനെയൊക്കെ തന്നെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. 40-ാമത്തെ ആയത്ത് വരെ അൽഹംദുലില്ലാഹ് നമ്മളെത്തി. ഇനി നമ്മൾ 41-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുവരേക്കും അസ്തൗദിഉകുമുല്ലാഹ ദീനകും വഅമാനാതികും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.